നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ കഥയും പറഞ്ഞിരിക്കുകയാണോ? ചെന്ന് വണ്ടിയെ കയറ്. അത് വേറെ വണ്ടി ഒന്നും കിട്ടിയില്ലേ സാധാരണ? ഈ ഊട് വഴി നിങ്ങൾക്ക് വേണ്ടിയേ AC ആംബുലൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് തന്നെ ആ ചെക്കന്റെ നല്ല മനസ്സുകൊണ്ടാ വരാമെന്ന് സമ്മതിച്ചത്. ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ നോക്കി പോവാൻ കാത്തിരുന്നാലേ ഞാൻ ഇട്ടിട്ട് എന്റെ പാട്ടിന് പോകും. അല്ല സാധാരണ അത് ഇവിടെ വെച്ചൊരു തർക്കം വേണ്ട. വിഷ്ണുവിന്റെ ശ്രദ്ധിക്കും. പിന്നെ പിന്നെ എന്ത് ഇവിടെ അമ്മ പിടിച്ചോ. സാറേ എന്തായി? സാറേ അവര് കയറിയിട്ടുണ്ട്. ഒരമ്മയും മോളുവാ. അല്ല ഇയാള് വരുന്നില്ലേ? അയ്യോ വണ്ടി ഈ വഴി കിടക്കും സാറേ. ഇനിയിപ്പോ സാറുണ്ടല്ലോ അതിന്റെ കൂടെ എനിക്ക് വലിയ പരിചയമുള്ള കൂട്ടരൊന്നും അല്ല സാറേ. പിന്നെ എന്റെ വണ്ടിയെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഏതോ ഹോസ്പിറ്റൽ? ഏതാ? കരുണ ഹോസ്പിറ്റല്. എന്നാ സാറ് വിട്ടു. ആ കൊച്ചിന് വേദന തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണോ ക്ലാപ്പ് താൻ ഇത്ര നേരം കഥയും പറഞ്ഞോണ്ടിരുന്നേ? ആദ്യം പറഞ്ഞുവിടറോ ഇയാള്. തലേന്ന് ഒഴിഞ്ഞു കിട്ടി. ശരി സത്യമേ. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. വിദ്യ, അഡ്മിറ്റ് ആവാൻ വേണ്ടി ഒരു പേഷ്യന്റ് വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ വിദ്യ തന്നെ നോക്കണം. അയ്യോ ഡോക്ടറെ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ന് ഓവർ ടൈം ഡ്യൂട്ടി ഇടരുതെന്ന് ഞാൻ ഇന്നലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ? എപ്പോഴും ഓവർ ടൈം നീ ചോദിച്ചു വാങ്ങാറുള്ളതല്ലേ, കാശിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ്. നീ ഹോസ്പിറ്റലിനടുത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും സൗകര്യം. ഇന്നെനിക്ക് പോയേ പറ്റൂ ഡോക്ടർ. നാളെ എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആഹാ, നല്ല കാര്യം. ഇതെങ്കിലും നടക്കട്ടെ. ഇപ്പൊ തന്നെ വൈകി. കാശിന്റെ കാര്യത്തിലല്ലേ എല്ലാരും തെന്നിപ്പോയിക്കൊണ്ടിരുന്നേ. പുതിയ കൂട്ടര് ചോദിക്കുന്ന പണം സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോട്ടോ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടു. ജാതകവും ചേരുന്നുണ്ട്. ഒരു ചടങ്ങായിട്ടാ ഈ പെണ്ണ് കാണല്. അപ്പോ ഉടനെ തന്നെ ഒരു ചെലവിന് വകുപ്പ് കാണുന്നുണ്ട്. അയ്യോ, വലിയ ചെലവൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല ഡോക്ടർ. വെറുതെ പറഞ്ഞതല്ലേ. ഒരിലെ ചോറ് തന്നാ മതി. ഇനി ചെറുക്കൻ കൂട്ടർക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനും സഹായിക്കാം. അയ്യോ അതൊന്നും വേണ്ട ഡോക്ടർ. ഇപ്പൊ തന്നെ ഡോക്ടർക്ക് കട ഒരുപാടായി. എന്താ ഈയിടെയായിട്ട് നിനക്ക് പണമൊന്നും വേണ്ടാത്തത്? പുതിയ കോൾ എന്തെങ്കിലും ഒത്തു കിട്ടിയോ? അയ്യോ ഇല്ല ഡോക്ടർ. ഇപ്പൊ നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കായംകുളത്തിനുള്ള വണ്ടി പിടിക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരം വൈകി. ശരി ഡോക്ടർ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഹലോ, പെട്ടെന്ന് എത്തുവേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട.
അല്ല അതെ ആ ഓട്ടോക്കാരൻ എവിടെ നിന്ന് കിട്ടിയേ? അതെ അവനെ പോലുള്ളവന്മാരെന്ന് വിശ്വസിക്കരുത്. അവർക്കൊരു കടമ തീർത്ത് കാശ് വാങ്ങണമെന്നേ ഉള്ളൂ. എന്തായാലും ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യാതെ അവസാന നിമിഷം വരെ നോക്കിയിരുന്ന നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ നോക്കണ്ടേ? അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിയുടെ ഭർത്താവിന്റെ പിടിപ്പുകേട്. ഭർത്താവിന്റെ പിടിപ്പേടല്ല വിഷ്ണുട്ടാ, ഞാൻ മാത്രമാണ് കുറ്റക്കാരി. അതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ ഇപ്പൊ എത്തും, പേടിക്കാനൊന്നുമില്ല. ഞാൻ എത്തിച്ചോളാം അവിടെ. ആ പിന്നെ എന്റെ ഭാര്യയുടെ അമ്മയെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുടുംബശ്രീ ശാരദ. ശാരദാമ്മ എന്ന നാട്ടുകാർ വിളിക്കുക. ഈ ശാരദാമ്മ എപ്പോഴും പറയാറുണ്ട്, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയാവുന്നു. അങ്ങനെ തന്നെ കരുതിയാൽ മതി. ദൈവമല്ല മോനെ, ദൈവരൂപത്തിൽ ഇവളുടെ ഭർത്താവായി നീ തന്നെയാ ഇവൾക്ക് സഹായമായിട്ട് വന്നിരിക്കുന്നത്. നീ മാത്രം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. ശരി. അബോർഷൻ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്. കേക്ക്. എന്റെ ജീവൻ വേണേ പൊക്കോട്ടെ. എന്റെ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. ഡോക്ടർ. ആ സത്യാമ്മ എത്തിയോ? ഇതാ വിദ്യ, ഞാൻ പറഞ്ഞ പേഷ്യന്റ്. ഇവർക്ക് റൂം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഞാൻ കാണിച്ചു കൊടുക്കാൻ ഡോക്ടർ. അല്ല, വിദ്യക്ക് അത്യാവശ്യമായിട്ട് പോണോന്നല്ലേ പറഞ്ഞേ? അത് സാരമില്ല, ഡ്യൂട്ടി ഫസ്റ്റ്. ശരി. ഏത് റൂമാ ഡോക്ടർ? രണ്ടാമത്തെ ലേബർ റൂം. സിസ്റ്ററിന്റെ കൂടെ പൊക്കോളൂ, ഞാനിപ്പോ വന്നേക്കാം. പ്രസവത്തിനാണല്ലേ? അതെ. എന്നത്തേക്കാ ഡേറ്റ്? മറ്റന്നാളാ. വേദന തുടങ്ങിയോ? ഇല്ല സിസ്റ്റർ, നേരത്തെ അഡ്മിറ്റ് ആവാന്ന് കരുതി. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ പേഷ്യന്റിനെ അകത്തേക്ക് കടത്തട്ടെ. വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.